ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ കുഞ്ഞുവാവയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. നിൽക്കുമ്പോൾ കുഞ്ഞുവാവയുടെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നതാണ്. മകളുടെ കൊച്ചല്ലേ, അപ്പോൾ അവരിവിടെ വിരുന്ന് വന്നു. പിന്നെ നമ്മുടെ റംബൂട്ടാനൊക്കെ ഞങ്ങൾ പൊക്കി നിർത്തി, കാറൊക്കെ കയറി പോകുന്ന പോലെ ഇതുണ്ട്, അടിപൊളിയാക്കി നിർത്തി. അവിടുത്തെ ജാതിയുടെയൊക്കെ കമ്പൊക്കെ വെട്ടി ചെറുതായിട്ട് ഒന്ന് ഒതുക്കിയൊക്കെ വെച്ച് വലിയ കുഴപ്പമില്ലാണ്ട് പോരും. ജാതിക്ക് ഇത്തവണ വലിയ പൂവൊന്നുമില്ല. എന്നാണ് ഇതിങ്ങനെ വെറുതെ നിൽക്കണം എന്നല്ലാണ്ട് കായൊക്കെ വലിയ കായ ഉണ്ടായിക്കൊണ്ടിരുന്നത്. വളമൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞാവലാണ് കേട്ടോ, ഞാവൽ. ഇത് കണ്ടോ, അവനെ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വരിക. ഞാവൽപ്പഴം, ഞാവലിൻ്റെ ഇവിടെ നിന്നൊക്കെ കുറച്ച് കമ്പൊക്കെ വെട്ടിക്കളഞ്ഞു. ഈ സൈഡായിരുന്നു കാറൊക്കെ ഒത്തിരി വളർന്നുകൊണ്ടിരുന്നത്. ഒന്നും കുഴപ്പമില്ല, അമ്മമാർക്ക് സങ്കടമൊന്നുമില്ല. വലിയ ഹേമാന്ന് ഏൽപ്പിച്ചില്ല. ഞങ്ങളുടെ പപ്പായ, കുഞ്ഞൊരു പപ്പായ കണ്ടോ. അതെ, ഞങ്ങളുടെ പപ്പായ നല്ല അടിപൊളിയായിട്ട് നിൽക്കണത്. 2 കുഞ്ഞിക്കാട്ടൻ പപ്പായൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമില്ല, വലിയ കുഞ്ഞിലേ തന്നെ ഉണ്ടായി കേട്ടോ. ബഡൊന്നുമല്ല, ബഡ് നല്ല ഇനത്തിൽപ്പെട്ട നമ്മുടെ സാധാരണ നാടൻ കപ്പളാണ്. കായ്ച്ച് കിടക്കണമുണ്ടോ നോക്കിയേ, സംഭവം റംബൂട്ടാൻ. ഇത് നമ്മുടെ മുള്ളാത്ത കേട്ടോ, മുള്ളാത്ത. ചെറുതായിട്ടൊക്കെ കായ ഉണ്ടായതാണ്. അവിടെ 2 ചെറിയ പൂവുണ്ടായിട്ടുണ്ട്, കുത്തിക്ക് ഉണ്ടായിട്ടുണ്ട്. മുള്ളാത്തയാണ്. ഇതുകൊണ്ടത് നമ്മൾ മണ്ണൊന്നും ഇല്ലാണ്ട് ചെടി വെച്ച് പിടിപ്പിച്ച സ്റ്റെറിൻ്റെ ഉണ്ടത്. ചുമ്മാ വെള്ളത്തിൽ ചെടിയൊക്കെ ഇട്ടാൽ മതി. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് നിൽക്കുക. നല്ല സ്റ്റൈലല്ലേ ഇത്. കണ്ടത് ഇവിടെ ചെടിച്ചട്ടിക്കകത്തുണ്ട്. പക്ഷെ വെള്ളത്തിലേക്ക് ചുമ്മാ ചെടിയുടെ അതിട്ടിട്ട് നല്ല രീതിയിൽ വളരുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാണ്ട്. ഇതാണ് വെറുതെ കുപ്പിക്കകത്ത് വെള്ളത്തിനകത്ത് ഇട്ടേക്കുക. സ്റ്റൈലല്ലേ, വാടിയും പോകത്തില്ല. നല്ലപോലെ എടുത്തത്. ഇത് നമ്മുടെ ഭാര്യയുടെ ഐഡിയകളാണ്. ഇനി ബാക്കി താഴത്തോട്ട് സ്റ്റെപ്പിലേക്കും കൂടെ ഒക്കെ വെക്കണം. അതൊക്കെ പുള്ളിക്കകത്ത് ചെയ്തോളും. മേളില് ഞങ്ങൾ ഓടിന്റെ ഒരു സംവിധാനം ചെയ്ത് വെച്ചിട്ടുണ്ട്. മേളില് ഒരാഗ്രഹം, ഒരു ചെറിയ മുറി എടുക്കണമെന്നാണ്. ഞങ്ങള് ഇതുള്ളത് ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഭിത്തി കെട്ടി തിരിച്ച് ഇവിടെ തന്നെ കയറുന്ന രീതിയിലാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഓട് കെട്ടിയിട്ടേക്കണത് മാത്രം. എന്നിട്ട് ഈ തൂണിൻ്റെ ഇടവഴി ഭിത്തി കെട്ടി ജനലും വെച്ച് കഥവും വെച്ച് കഴിയുമ്പോൾ റൂമായത്. ഒറ്റ റൂം മേലിന്, ഒരു ഗസ്റ്റ് ഹൗസ് പോലെ, ഒരു സെപ്പറേറ്റ് ആയിട്ട് റൂം. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നല്ല പച്ചപ്പൊക്കെ വിരിച്ച് പൊക്കത്തിൽ പച്ചപ്പ് ചെടികളൊക്കെ വെച്ച് ഒരു സെപ്പറേറ്റ് ഒരു ഏരിയ ആക്കി മാറ്റി. അടിപൊളിയായിട്ട്. പിന്നെ അപ്പുറത്ത് എന്തോ മരം വെട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ എന്തോ ഒരു സൗണ്ടൊക്കെ ഉണ്ട്, ഡിസ്റ്റർബൻസ് ഒക്കെ കാണും. അതൊക്കെ ക്ഷമിക്കുക. പിന്നെ ഞങ്ങളൊരു പാവപ്പെട്ട കൊച്ചു ഫാമിലിയാണ്. ഞങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണേ, അത് മറക്കരുതേ. ഞങ്ങൾ കുളിക്കാൻ പോവാണ്. ഇതന്നെ അമ്മ തന്നെ പരിപാടി. പടവലങ്ങ തോരനാണോ അമ്മ കറിയാണോ? അവിയലിനാണോ? ഞങ്ങൾക്ക് പടവലങ്ങ തോരൻ പറയുന്നത് വെള്ളരിക്കായുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ പയറ്. ഞങ്ങൾ കപ്സ കഴിക്കാൻ പോവാണ്. ഞങ്ങൾ തന്നെ മേക്ക് ചെയ്തതാണ്. സെറ്റപ്പ് അറിയില്ല എങ്ങനെയാണെന്നുള്ള, കഴിച്ചു നോക്കട്ടെ. അത് മീനല്ലേ? കൊഴുവ ഫ്രൈ ചെയ്ത്. നല്ല പുളിയൊക്കെ ഉണ്ട്. ഈ കൊഴുവ എന്നാടി വറ്റിച്ച് വെച്ചോ? പീര കൊഴുവ പീര വെച്ചത്.
അപ്പോൾ കഴിക്കുക. എന്താ